ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലാണെങ്കിൽ കോബ്ര ബണ്ടിൽ റിട്ടേൺ വന്നു. കോബ്ര MP40 റിട്ടേൺ വന്നിട്ടില്ല. ഇനി എന്നായിരിക്കും നമ്മുടെ കോബ്ര MP40 റിട്ടേൺ വരുന്നത്? OB36 അപ്ഡേറ്റ് കഴിയുമ്പോൾ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗിൻ റിവാർഡ് വരുന്നുണ്ട്. ലോഗിൻ റിവാർഡായിട്ട് ഗണ്ണിന്റെ സ്കിന്ന്, പിന്നെ ഇമോട്ട്, ബണ്ടിലുകൾ തുടങ്ങിയ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. വെപ്പൺ റോയൽ വൗച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായി നമുക്ക് എല്ലാവർക്കും റെഡിങ് കോഡ് ലഭിച്ചിട്ട്. കഴിഞ്ഞ ദീപാവലി ഇവന്റിലായിരുന്നു അവസാനമായിട്ട് നമുക്ക് റെഡിങ് കോഡ് ലഭിച്ചത്. നമുക്ക് ആദ്യം തന്നെ റെഡിങ് കോഡിനെ കുറിച്ച് നോക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കിൽ ചോരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരുന്നില്ലേ? കഴിഞ്ഞ ദീപാവലി ഇവന്റിൽ നമുക്ക് കുറച്ച് മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. നമുക്ക് ലഭിച്ചത് റെഡിങ് കോഡ് ആയിരുന്നു. അതുപോലെ നമുക്ക് വീണ്ടും മൈൽ സ്റ്റോൺ വരുന്നുണ്ട്, നമുക്ക് റെഡിങ് കോഡും ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ഫയർ ആണെങ്കിൽ ഇപ്രാവശ്യം ഒരു മൂവി റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ആ മൂവിക്കുള്ളത്. കഴിഞ്ഞ വർഷം കിൽ ചോരി ആയിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ഡബിൾ ട്രബിൾ എന്ന മൂവിയുടെ ഫ്രീ ഫയറിന്റെ ഒഫീഷ്യൽ മൂവിയുടെ ഒരു ബാനറാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രീ ഫയറിന്റെ ഈ ഒരു മൂവി റിലീസ് ആകുമ്പോൾ നമുക്ക് മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മളെല്ലാവരും ആ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് റെഡിങ് കോഡ് ആയിരിക്കും. എന്നായിരിക്കും ഈ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം കാണാൻ സാധിക്കുക, നമുക്ക് മൈൽ സ്റ്റോൺ കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ദീപാവലി ഈവന്റിലോ അല്ലെങ്കിൽ നമുക്ക് ഹലോവീൻ ഈവന്റിലോ കാണാൻ സാധിച്ചേക്കാം. എന്ത് റിവാർഡ്സ് ലഭിക്കുമെന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരം ഇതായിരുന്നു. ഇങ്ങനെ നമുക്ക് കുറെ റെഡിങ് കോഡുകളൊക്കെ ലഭിക്കട്ടെ. OB36 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് വരുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വെൽക്കം ബാക്ക് ഈവന്റ് ആണ്. ഇവിടെ നമുക്ക് വെൽക്കം ബാക്ക് ഈവന്റിൽ നമുക്ക് M80യുടെ സ്കിന്ന് കാണാൻ സാധിക്കും. ഇതൊരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഗണ്ണിന്റെ സ്കിന്നാണ്. നമ്മൾ ഈ പേജിൽ കാണുന്നത് ലോഗിൻ റിവാർഡിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗണ്ണായിട്ടാണ് ഇവിടെ കാണുന്നത്, നമ്മുടെ M80യുടെ സ്കിൻ. നമുക്ക് കുറച്ച് വെപ്പൺ റോൾ വൗച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് മറ്റൊരു ഗണ്ണിന്റെ സ്കിന്നും കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം കാണാൻ സാധിക്കുക ഒരു ക്രേഡ്സ് ആണ്. ഈ ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാസ് റിവാർഡ്സ് ഒക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബണ്ടിലോ അല്ലെങ്കിൽ ഇമോട്ടോ ഒക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ. നമുക്ക് ഇവിടെ ഇടതുഭാഗത്ത് കുറിച്ച് ബണ്ടിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബണ്ടിലും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബണ്ടിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ അറിയില്ല. എന്തായാലും OB36 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജ് കാണാൻ സാധിക്കും. വെൽക്കം ബാക്ക് ഈവന്റ് കാണാൻ സാധിക്കും. ലോഗിൻ റിവാർഡിൽ നമുക്ക് ഇവിടെ നല്ലൊരു MP40യുടെ സ്കിന്ന് കാണുന്നുണ്ട്. ഒരു 7 ദിവസത്തേക്കാണ് ലഭിക്കുക. ഇത് 7 ദിവസത്തേക്കാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഡയമണ്ട് റോൾ വൗച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെപ്പൺ റോൾ വൗച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. അവസാനം നമുക്ക് M249 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗണ്ണില്ല ഗൈസ്, അതിന്റെ സ്കിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഈവന്റിലെ മെയിൻ റിവാർഡ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു M80യുടെ സ്കിന്നാണ്. ഈ ഒരു M80യുടെ സ്കിന്ന് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ അതറിയില്ല. എന്തായാലും നമുക്ക് വരാൻ നേരത്ത് അറിയാൻ സാധിക്കും. വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കോബ്ര ബണ്ടിൽ റിട്ടേൺ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് കോബ്ര MP40 വരുമെന്നായിരുന്നു ആദ്യം. എന്തായാലും വളരെ നേരത്തെ നമ്മുടെ ഫ്രീ ഫയർ ആണെങ്കിൽ കോബ്ര ബണ്ടിൽ കൊണ്ടുവന്നു. ഇനി എന്നായിരിക്കും കോബ്ര MP40 വരിക? ഇപ്പോഴും കോബ്ര MP40 എന്ന് വരും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പ്ലേയേഴ്സ് കമന്റ് അടിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ നിറയെ കോബ്ര MP40 എന്ന് വരുമെന്നുള്ള ചോദ്യമാണ്. നമുക്ക് ലഭിച്ച വിവരം സെപ്റ്റംബർ 18 കോബ്ര MP40 വരുമെന്നുള്ള കാര്യമാണ്. ഇനി ഗരീന ഫ്രീ ഫയർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബർ 18 തരാതെ ഇപ്പോഴാണെങ്കിൽ കോബ്ര ബണ്ടിൽ വന്നില്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സും ചിന്തിക്കുന്നത് അടുത്ത കോബ്ര MP40 ആയിരിക്കും എന്നുള്ള കാര്യം ഗരീന ഫ്രീ ഫയറിന് അറിയാം. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ അവസാനമോ അല്ലെങ്കിൽ നമുക്ക് ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയോ നമുക്ക് ഈ ഒരു കോബ്ര MP40 റിട്ടേൺ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ ഗൈസ്, നമ്മുടെ കോബ്ര ബണ്ടിൽ വന്ന പോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ബൂയാ ബണ്ടിലും വരുന്നുണ്ട്. എല്ലാ ഓൾഡ് ഐറ്റംസും നമ്മുടെ ഗരീന ഫ്രീ ഫയർ റിട്ടേൺ കൊണ്ടുവരികയാണ്. ഇനി സെക്കൻഡ് എലൈറ്റും ഫസ്റ്റ് എലൈറ്റും കൊണ്ടുവന്നാൽ പൂർത്തിയായി. ഇനി വേറെ ഏതെങ്കിലും റെയർ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫ്രീ ഫയർ തിരിച്ചു കൊണ്ടുവരാനുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ. അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, റെഡിങ് കോഡുകൾ, ഈവന്റുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. ആ ബെല്ലൈക്കൺ മറക്കാതെ അങ്ങോട്ട് അമർത്തിയേക്ക്. അപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.